കൊല്ലൻ സുധിയുടെ മൂത്ത മകൻ രാഹുൽ ദാസിനെതിരെയും സുധിയുടെ കുടുംബത്തിനെതിരെയും ആരോപണമായി രേണുസുധി. ക്യാൻസർ രോഗബാധിതയാണെന്ന് അറിഞ്ഞിട്ട് പോലും സുധിയുടെ വീട്ടുകാർ വിളിച്ചത് ഏറെ നാൾ കഴിഞ്ഞാണെന്നും തന്റെ വിവരങ്ങൾ ബ്ലോഗർമാർക്ക് രാഹുൽ ചോർത്തിക്കൊടുത്തതായും രേണു ആരോപിക്കുന്നു. രാഹുലുമായി 5 മാസം മുമ്പ് വരെ എനിക്കുണ്ടായിരുന്ന ബന്ധം ദൃഢമായിരുന്നു. അസ്യാവസരങ്ങൾ മറവിക്ക് വിട്ടുകൊടുത്തെന്നും ക്ഷമിച്ചുമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അവൻ എൻ്റെ വളർത്തു മകനാണ്. ബ്ലോഗറായ ആ സ്ത്രീ, അതായത് ഷെഫീന ബീബി, എന്നെ അപമാനിക്കുന്ന കാര്യം രാഹുലും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും നന്നായി അറിയാം. ഇന്നേ വരെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെക്കുറിച്ച് ഒരു നെഗറ്റീവ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു, ഇതിൻ്റെ പേരിൽ വിവാദമുണ്ടായാലും നെഗറ്റീവ് കമൻസ് കിട്ടിയാലും ശാപം കിട്ടിയാലും എനിക്ക് പ്രശ്നമില്ല. എന്നെ സ്നേഹിക്കുന്ന കുറച്ചുപേർ ഉള്ളതിനാൽ ഞാൻ താഴെ വീഴില്ല. ആ സ്ത്രീ വന്നപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ ആ സ്ത്രീയെ സൽക്കരിച്ചു. 11 വയസ്സിൽ ഞാൻ രാഹുലിനെ ഏറ്റെടുക്കുമ്പോൾ അവൻ്റെ പെറ്റതള്ള ജീവനോടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് അവർ മരിച്ചത്. പെറ്റതള്ള ഉപേക്ഷിച്ച കുഞ്ഞിനെയും രണ്ടാമത്തെ ഭാര്യയെ വരെ ഉപേക്ഷിച്ച ഒരാളെ സ്വീകരിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അയാളെ ഞാൻ സ്നേഹിച്ചു. വാക്കുകൊണ്ട് പോലും രാഹുലിനെ ഞാൻ വേദനിപ്പിച്ചില്ല. സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞ് 1 വർഷം രാഹുൽ എനിക്കൊപ്പം തന്നെയായിരുന്നു. അവൻ ചെയ്ത തെറ്റുകൾ ഞാൻ മറന്ന് ക്ഷമിച്ചു. സുധിയുടെ ഭാര്യയാണെന്ന് ഞാനെന്ന് എങ്കിലും അവൻ ചിന്തിക്കണമായിരുന്നു. രാഹുൽ മാത്രമല്ല, സുധിയുടെ മകൻ. എന്നെ വേണ്ടാത്തവർക്കും എനിക്കും വേണ്ട എന്ന് കരുതി എൻ്റെ മോനിൽ ഒന്നിൽ നിന്നും ഞാൻ വിലക്കിയിട്ടില്ല. അവന് അച്ഛൻ്റെ വീട്ടുകാരെ വേണമെങ്കിലാക്കാം. ആ സ്ത്രീ എൻ്റെ വീട്ടിൽ പോയത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായത്. 500 200 ഒന്നുമല്ല ഞാൻ രാഹുലിന് കൊടുത്തിരിക്കുന്നത്. രാഹുലിന് എന്തും പറയാം, അവൻ്റെ കുഞ്ഞ്. രേണുസുധിക്ക് ഒന്നും പറയാൻ പറ്റില്ല. രേണുവിനും വീട്ടുകാർക്കും നികൃഷ്ട ജീവികൾ. ഇനി ഞാൻ മൗനം പാലിക്കുന്നില്ല. എൻ്റെ കടമകൾ ഞാൻ ചെയ്തതല്ലേ, എന്നിട്ടും ഇവൻ എന്തിനാ ഇങ്ങനെ എന്നോട് ചെയ്തത് എന്ന് എനിക്ക് തോന്നി. 18 വയസ്സ് വരെ ഞങ്ങൾ അവർക്കൊപ്പമായിരുന്നു. അന്നൊന്നും കൊല്ലത്ത് പോയി നിന്നിട്ടില്ല. ഇന്ന് അവന് 22 വയസ്സായി. പൈസ ആവശ്യത്തിനുണ്ട്. ഒന്നുമല്ലാതിരുന്നപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ടും കാണാൻ അവരാരും വന്നില്ല. ഇന്ന് വരെ വിളിച്ചിട്ടുമില്ല. ഞാൻ പട്ടിണി കിടന്നിട്ടും രാഹുലിന് പട്ടിണി കിട്ടിയിട്ടില്ല. ബ്ലോഗർമാർക്ക് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടെല്ലാം ഞാൻ പറഞ്ഞു. പൈസ കിട്ടുന്നുണ്ടാകും, ഏച്ചുകെട്ടിയാൽ മുഴിച്ചിരിക്കില്ലല്ലോ. എല്ലാം മറന്ന് രാഹുലാണ് ഇപ്പോൾ പെരുമാറുന്നത്. ഇപ്പോൾ അവൻ വന്നെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ ഇനി എഴുന്നേൽക്കുമോ ഇല്ലയോ എന്ന് അറിയാനാണ് വന്നത്. എന്നിട്ട് അമ്മയുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കി. ഞാൻ ഉള്ളത് കൊണ്ട് 7 വർഷം അയാൾ, കൊല്ലൻ സുധി, സന്തോഷമായി ജീവിച്ചത്. ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് കാൻസർ ആണെന്നൊന്നും വിളിച്ചൊന്നും പറിച്ചിട്ടില്ല. വളരെ വൈകിയാണ് വിളിച്ചതെന്നും രേണുസുധി പറഞ്ഞു.